ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റംദാൻ പ്രിപ്പറേഷൻ വ്ലോഗാണ്. റംദാൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ ചെയ്യാറുമില്ല. പക്ഷെ നമ്മളെ ജോലി അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കും. ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന, നേരത്തെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മടിയുള്ള ഒരു പണിയാണല്ലോ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ദിവസം കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ ഒരു മാസത്തോളം നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം. ഞാൻ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ ചെയ്തെടുത്തത്. തേൻ കിട്ടുമ്പോഴൊക്കെ ചെയ്തതാണ്. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു പണിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഇങ്ങനെ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കലാണ്. അപ്പോൾ ഇതാ വെളുത്തുള്ളി നന്നായി കഴുകി നല്ല ഉണങ്ങിയ കോട്ടന്റെ ഇതുപോലുള്ള ക്ലോത്തിലിട്ട് നന്നായി വെള്ളമൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അംശം ഇല്ലാതെ തന്നെ ആക്കിയെടുക്കണം. ഇനി കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി തൊലി കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോഴിത് ഇഞ്ചി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, എൻ്റെ ഒരു അഭിപ്രായം പറയാന്ന് കേട്ടാ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങില്ല, അതിന് ഭയങ്കര പുളിപ്പല്ല ഉണ്ടാവുക. സിർക്കൽ യൂസ് ആക്കുന്നുണ്ടാവര്. അപ്പോൾ ഭയങ്കര പുളിപ്പാകുമ്പോൾ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നത് ഓക്കെ. പക്ഷേ ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ അറിയില്ല. ഇനി വെളുത്തുള്ളി ഇഞ്ചി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അപ്പോഴിതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലുള്ളൊരു ബോക്സിലാണ് ഞാൻ ആക്കി വെക്കാറ്. ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ എടുക്കാൻ എളുപ്പമാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. കുറച്ച് വെളുത്തുള്ളി ഞാനിങ്ങനെ അരക്കാതെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി കാച്ചുമ്പോഴും പച്ചക്കറി വറവാക്കുമ്പോഴും വെളുത്തുള്ളി ഇടാറുണ്ട്. അതിനു വേണ്ടിയാണ് കേട്ടോ. അതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകി ഇതുപോലുള്ള ബോക്സിലാക്കി വെക്കാം. ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പെട്ടെന്ന് കറി ഉണ്ടാക്കുമ്പോഴും വറവ് പിന്നെ സ്നാക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ആക്കുന്നത് മൂലം നല്ല ഉപകാരമാണ്.
പിന്നെ എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിരുന്നു. ഞാൻ അതിങ്ങനെ നനവില്ലാത്തൊരു ബോട്ടിലാക്കി വെക്കും. ഇതുപോലെ തന്നെ ഇതളാക്കി വെച്ചാൽ ആഴ്ചകളോളം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ. ഇങ്ങനെ ലൂസാക്കിയിട്ട് തന്നെ വേണം വെക്കാൻ. കുത്തി നിറച്ചാൽ അതിൽ കിടന്ന് വേഗം മോശമായി പോകും. ഇനി ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എല്ലാം നട്ട് കളഞ്ഞെടുക്കാം. പിന്നീട് നന്നായി കഴുകി ക്ലോത്ത് ഉപയോഗിച്ച് വെള്ളം കളഞ്ഞ ശേഷം ഇവിടെ ചതച്ചെടുക്കുന്ന ജാറിൽ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മാസത്തിൽ കൂടുതൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് അതിൻ്റെ നട്ട് കളഞ്ഞ് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കുന്നത് മൂലം പച്ചമുളക് കേടുകൂടാതെ കുറേ നാള് നിൽക്കും. ഇതും ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അടുത്തതായി കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു. അതും കൂടി തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയുള്ളി തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചാൽ കുറച്ചുകൂടി സമയം ലാഭിക്കാം. ഉള്ളി ഞാൻ കഴുകാതെ തന്നെയാണ് ബോക്സിലാക്കി വെക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുത്ത് കഴുകിയാൽ മതി, ഇല്ലെങ്കിൽ വേഗം മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ആക്കി വെച്ചിട്ടുണ്ട്. ചതക്കാത്ത പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ഫ്രീസറിൽ വെക്കേണ്ടതില്ല കേട്ടോ. അതിന് നമുക്ക് നോർമൽ തണുപ്പ് മതി. ഇനി ഞാനിവിടെ സ്നാക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് മസാലയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് സവാള എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. മസാലയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. വീഡിയോ ലോങ് ആവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം ഇതുപോലുള്ള ചെറിയ കവറിലാക്കി വെക്കാം. 6 കവറിലായാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ പാക്കറ്റ് ആക്കുന്നത് പോലെ നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ളത് എടുക്കാം. എളുപ്പവും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ റംദാനിന് ഇങ്ങനെ ആക്കി വെച്ച് നോക്കൂ. സമയം ലാഭിക്കാൻ ഇങ്ങനെ ആക്കി വെക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ആക്കി വെക്കാറുള്ളത് എന്നും പറയണം കേട്ടോ. എന്നാൽ അതും കൂടി എനിക്ക് പഠിക്കാമല്ലോ. ഞാൻ കുറച്ച് സ്നാക്ക് കൂടി ആക്കി വെക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്